നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം അടുത്തടുത്ത് വരികയാണ്. സ്വാഭാവികമായിട്ടും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഓരോ വോട്ടും നേടാൻ വേണ്ടിയിട്ട് അവർ കഴിവിൻ്റെ പരമാവധി അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ ശ്രമിക്കും. പ്രചരണ പരിപാടികളൊക്കെ നടത്തും. അതിൽ പല വിധത്തിലുള്ള കഴിവുകളുള്ളവർ പല രീതിയിലും നോക്കും. അതിൽ ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. സിനിമാ നടനും CPMൻ്റെ MLA കൂടിയായ മുകേഷാണ്. കൊല്ലത്താണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില നൃത്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നോക്കൂ, ആദ്യം അദ്ദേഹം വരുന്നു. കുറച്ച് സ്ത്രീകൾ അദ്ദേഹത്തെ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കുന്നു. അതിനുശേഷം നൃത്യങ്ങൾ ആരംഭിക്കുന്നു. അദ്ദേഹം ഏതാനും ചുവടുകൾ അവരോട് വെക്കുന്നു. അതിനുശേഷം സ്റ്റെപ്പ് പഠിപ്പിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മുകേഷിൻ്റെ സ്ഥാനത്ത് സുരേഷ് ഗോപി ആയിരുന്നു ഇതേ കാര്യം കുറച്ച് കൂടാതെ ഒട്ടും കുറയാതെ ഇതേ അളവിലാണ് ചെയ്തിരുന്നത് എങ്കിൽ ഈ ഇടതുപക്ഷക്കാർ തന്നെ ഏത് തരത്തിലായിരിക്കും ഇവരുടെ കമൻറ്റുകളും പോസ്റ്റുകളും വരിക? ഇയാളാര് രാജാവോ? ഇയാളെ എന്തിനാണ് ഇങ്ങനെ ആരതി ഒഴിയുന്നത്? ഇയാളെ എന്തിനാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത്? സ്ത്രീകളുടെ കൂടെ നിന്ന് അയാൾ ഡാൻസ് കളിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അന്ന് ആ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച പോലെ ഇനി ഈ ഡാൻസുകാരികളുടെ ദേഹത്ത് കൈവെക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഇല്ലാത്ത സകല ആരോപണവും ആ മനുഷ്യൻ്റെ മേൽ ഇവർ ആരോപിക്കുമായിരുന്നു. ഒരു സംശയം വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരാണ്, അവരതിന് മടിക്കില്ല. പക്ഷേ ഈ ഒരു ദൃശ്യം, അതായത് ഞാൻ നിങ്ങളെ കാണിച്ച ഈ കെട്ടുകാഴ്ചകൾ, ഇത് ചിന്താചരം അടക്കമുള്ളവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്ത കാര്യമാണ്. അവർ വലിയൊരു കാര്യത്തിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള മുകേഷാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. മുകേഷ് ഇട്ടാൽ അത് ബെർമുഡയും സുരേഷ് ഗോപി ഇട്ടാൽ അത് വള്ളിക്കളസവുമാണ്. കഴിഞ്ഞില്ല. ഇടതുപക്ഷത്ത് മാത്രമല്ല, ഇനി കൊല്ലത്ത് നിന്ന് തന്നെയുള്ള മറ്റൊരു ദൃശ്യം കാണിച്ചു തരാം. ഇവിടെ കഥാനായകൻ NK പ്രേമചന്ദ്രനാണ്. നോക്കൂ, അവിടെ കുറച്ചുകൂടെ ഉണ്ട് കാര്യങ്ങൾ. അവിടെ ഈ ഡാൻസ് വേഷത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട്. അദ്ദേഹം തടയുന്നൊന്നുമില്ല, അവരെല്ലാവരും തൊട്ട് വന്നിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പോകുന്നു. ഇതിനൊന്നും ആദ്യം കാണിച്ച മുകേഷിൻ്റെ കാര്യത്തിലാവട്ടെ പ്രേമേന്ദ്രൻ്റെ കാര്യത്തിലാവട്ടെ ഞാൻ ഇവരെ ഒന്നും കുറ്റപ്പെടുത്തില്ല, ട്രോളാനും പോണില്ല. ഇതൊക്കെ വേണമെന്ന്, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള അരങ്ങ് തന്നെയാണ്. ഇത് സംഗതി വേണം. ഈ പ്രേമേന്ദ്രൻ്റെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നത് അതൊരു ഗുരുത്വത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. മുതിർന്ന ആളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവർക്ക് ബഹുമാനം തോന്നിയ ഒരു ആളെന്നുള്ള നിലയിൽ അത് ചെയ്യുന്നതാണ്. ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, ഇത് എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NK പ്രേമേന്ദ്രനാണെങ്കിലും മുകേഷ് ആണെങ്കിലും ഒന്നും അതിന് പ്രശ്നമില്ല. ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. അവരെ ട്രോളാനും നിൽക്കത്തില്ല, കളിയാക്കാൻ നിൽക്കത്തില്ല, ഈ പോസ്റ്റിലിട്ട് അവഹേളിക്കാൻ നോക്കത്തില്ല, കമൻറ്റിൽ മോശമായിട്ട് പറയത്തില്ല, ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇതേ സ്ഥാനത്ത് ഇതേ കാര്യങ്ങൾ സുരേഷ് ഗോപി വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇത്ര ചൊറിച്ചിലും കണ്ണുകടിയും കുശുമ്പും അസൂയയും ഒക്കെ വരുന്നത്. അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതേ കാര്യം NK പ്രേമേന്ദ്രൻ ചെയ്താൽ കുഴപ്പമില്ല, മുകേഷ് ചെയ്താൽ കുഴപ്പമില്ല, സുരേഷ് ഗോപി ചെയ്യുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇത്ര കുരു പൊട്ടുന്നത്. അതെന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ നൃത്യങ്ങളും ഈ ആരതി ഒഴിയുന്നതും അതേപോലെ തന്നെ കാല് തൊട്ട് വന്നിക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നൊന്നുമല്ല. ഇവിടെ എത്രയോ നമ്മുടെ പുറകോട്ട് ഒരുപാട് പൂർവിക തലമുറയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അന്നുമൊക്കെ ഉണ്ട്, ഇന്നും ഇതൊക്കെ മാനിക്കുന്ന ആളുകളുണ്ട്, നാളെയും ഉണ്ടാവാം. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പഠിപ്പിക്കുന്ന സാറിനെ കയറി എന്തിനാണ് സാറെന്ന് വിളിക്കുന്നത്? പേര് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ട്രോളായിട്ട് പറഞ്ഞതല്ല, സത്യമാണ്. ഇവിടെ പ്രിൻസിപ്പൾ വിരമിച്ച് പോകുമ്പോൾ ആ പ്രിൻസിപ്പളിന് കുഴിമാടം നടന്നിട്ടുള്ളവരാണവർ. പ്രിൻസിപ്പൾ ഇരിക്കുന്ന കസേര കത്തിച്ചിട്ടുണ്ടവർ. MB രാജേഷൻ പോലുള്ളവർ പറയുന്നത് എന്തിനാണ് ഒരു ടീച്ചർക്ക്, ഒരു അധ്യാപകന് ആവശ്യമില്ലാത്ത ബഹുമാനം കൊടുക്കുന്നത്? അവർ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്ര ബഹുമാനമൊന്നും കൊടുക്കേണ്ട എന്ന് പറയുന്നവരാണ്. അപ്പോൾ വിദ്യാർത്ഥി അധ്യാപക ബന്ധം തന്നെ ഏത് തലത്തിൽ പോകുന്നു എന്ന് നോക്കുക. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ ഇപ്പോൾ മൂക്കുകുത്തി താഴോട്ട് കിടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിതിനെയൊക്കെ തകർക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി അവർ ശ്രമിക്കാറുണ്ട്. അപ്പോഴും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴും തിരഞ്ഞെടുപ്പുകൾ പോലുള്ള ആ സമയത്ത് അവർക്കും അതിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗണപതി മിത്തായിരുന്നു എന്ന് പറഞ്ഞവർ തിരഞ്ഞെടുപ്പ് സമയത്ത് ഗണപതി ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ നാടിൻ്റെ സംസ്കാരത്തെ ഒരു മടിയും കൂടാതെ അതിന് നിന്നു കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഇടത് വലത് മുന്നണിക്കാരെ നമ്മൾ കാണുന്നു. അല്ലാത്ത അവസരങ്ങളിൽ ഇതിനെയൊക്കെ തള്ളിപ്പറയും. എന്നിട്ട് ഇത് ചെയ്യുന്ന സംഖ്യകളെ കളിയാക്കും. അതേ കൂട്ടർ തന്നെ പിന്നീട് അത് എടുത്ത് വാരിത്തിന്നും. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ് ക്ലീശയായ ഒരു വാക്കാണ് ഇവരെ സംബന്ധിച്ച് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം.
യാതൊരു നിലപാടുമില്ലാത്ത രാഷ്ട്രീയക്കാരായി മാറി ഇവിടെ. എന്തിനാണ് മത്സരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവനവൻ്റെ പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ട്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവരൊന്നും മത്സരിക്കുന്നത്, ജയിച്ച് MLA MP ഒക്കെ ആവുന്നത്. അതൊക്കെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ കുറേ കാലം മുമ്പായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്തും പ്രഹസനമായി മാറിയിരിക്കുന്ന സമയമാണ്. അതും കൃത്യമായിട്ടും ആളുകളെ ലക്ഷ്യം വെച്ച് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി ആണെങ്കിൽ ആ മനുഷ്യനെ അവഹേളിക്കാവുന്നതിൻ്റെ പരമാവധി അവഹേളിക്കും. അതേ കാര്യങ്ങൾ NK പ്രേമേന്ദ്രൻ ചെയ്യുമ്പോഴും മുകേഷ് ചെയ്യുമ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ മാറുന്ന ഒരു പ്രത്യേകതരം ഭൂമികയാണ് നമ്മുടെ ഈ കേരളം, പ്രബുദ്ധരുടെ നാട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.